നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവി നമഃ. വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമി ദിവസം ചെയ്യാവുന്ന വരാഹി ദേവിയുടെ പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പഞ്ചമി ദിവസം എന്നാൽ വരാഹിയമ്മയുടെ ദിവസമാണ്. പഞ്ചുരുളി എന്നും പഞ്ചമി ദേവി എന്നും അറിയപ്പെടുന്ന വരാഹി അമ്മയ്ക്ക് ഈ ദിവസം പൂജ ചെയ്ത് വഴിപാട് ചെയ്ത് നമ്മൾ നിവേദ്യം അർപ്പിച്ച് അമ്മയോട് എന്ത് കേട്ടാലും അമ്മ അത് 100% നമ്മൾക്ക് നടത്തി തരുന്നതാണ്. ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു വഴിപാടിനും ഇരട്ടി ഫലമാണ് കിട്ടുന്നത്. അമ്മ അത് മനസ്സറിഞ്ഞ് നമുക്ക് തരുന്നതാണ്. പഞ്ചമി ദിവസവും അഷ്ടമി ദിവസവും ചെയ്യാൻ പറ്റാത്തവർക്ക് ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് നടത്തി അമ്മയോട് നമുക്ക് എന്ത് വേണേലും ആവശ്യപ്പെടാം. അത് അമ്മ കൃത്യമായിട്ടും നമുക്ക് ചെയ്തു തരുന്നതാണ്. കാരണം ഈ വഴിപാട് ചെയ്യാൻ ഒരു വസ്തു വേണം. ആ ഒരു വസ്തു എന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ധാന്യമാണ്. എന്താച്ചാൽ കറുത്ത ഉഴുന്ന്. നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കറുത്ത ഉഴുന്ന്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കറുത്ത ഉഴുന്ന് വെച്ച് എന്ത് ചെയ്തു കൊടുത്താലും പൂർണ്ണ മനസ്സോടെ അത് അമ്മ ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ ചോദിക്കുന്ന വരം നമുക്ക് അമ്മ തരുന്നതാണ്. കറുത്ത ഉഴുന്ന് ഉപയോഗിച്ച് നിരവധി പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. അതായത് ദോഷങ്ങൾ മാറാനായിട്ട് കറുത്ത ഉഴുന്ന് ഉപയോഗിച്ച് വഴിപാടുകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. കറുത്ത ഉഴുന്ന് എന്നാൽ ഉടച്ചതോ ഇല്ലെങ്കിൽ മുഴുവനോടെ ഇരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല. കറുത്ത ഉഴുന്ന് പറഞ്ഞതുപോലെ നിറയെ ദോഷങ്ങളുള്ളവർക്ക് രാഹുദോഷം, കേതുദോഷം, ആ ദോഷം, ഈ ദോഷം എന്നിങ്ങനെ എല്ലാത്തിനും ഇത് ചെയ്യാവുന്നതാണ്. ദോഷനിവർത്തിക്ക് കറുപ്പ് ഉഴുന്ന് എന്നത് ഒരു 1 നമ്പർ പരിഹാരമാണ്. എന്ത് ചെയ്താലും മുന്നേറ്റമില്ല, ഒത്തിരി പോരാടേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള പോരാട്ടങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് വയ്ക്കും ഈ കറുത്ത ഉഴുന്നുകൊണ്ട് നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ. നല്ല ഒരു ഉയർച്ച കിട്ടും. ഏത് രീതിയിലുള്ള തടസ്സവും പിന്നെ വരില്ല. സാധാരണ ഒരു ചെറിയ വിഷയം കൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്നവർക്ക് ആ തടസ്സമെല്ലാം ഉടച്ച് ചിതറി എറിയുന്ന അളവിന് കറുത്ത ഉഴുന്ന് വർക്കൗട്ടാവും. ഈ കറുത്ത ഉഴുന്ന് വെച്ച് ചെയ്യുമ്പോൾ ജീവിതത്തിലിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി നല്ലത് നടക്കാൻ ആരംഭിക്കും. കറുപ്പ് മാറി വെളുപ്പ് വന്നു തുടങ്ങും. വിജയം മാത്രമേ പിന്നെ ഉണ്ടാവൂ. വരാഹി അമ്മയ്ക്ക് കറുത്ത ഉഴുന്ന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വസ്തുവാണെന്ന് പറഞ്ഞല്ലോ. വിശേഷ ദിവസങ്ങളിൽ അമ്മയ്ക്ക് പൂജയും വഴിപാടും ഒക്കെ ചെയ്യുമ്പോൾ നിവേദ്യം വയ്ക്കുമല്ലോ. അപ്പോൾ കറുത്ത ഉഴുന്നിൽ സ്വീറ്റ്സോ ഉഴുന്നുവടയോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വയ്ക്കുക. അമ്മ മനസംതൃപ്തിയാലെ എന്ത് വരം ചോദിച്ചാലും തരുന്നതാണ്. ഇന്ന് നോക്കുന്ന അത്ഭുത വഴിപാട് എന്തെന്നാൽ കറുപ്പ് ഉഴുന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ദീപം വെച്ച് അമ്മയ്ക്ക് അർപ്പിക്കുക. ഈ കറുപ്പ് ഉഴുന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ദീപം വെച്ച് അമ്മയെ പ്രാർത്ഥിച്ചാൽ എന്ത് കേട്ടാലും അത് അമ്മ അതേപടി നടത്തി തരുന്നതാണ്. ഇത് ചെയ്യുന്ന വിധം നോക്കാം. ഫസ്റ്റ് ഈ കറുപ്പ് ഉഴുന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ചൂടാക്കി, മീൻസ് ഇത് ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം ദീപം വയ്ക്കാനായിട്ട്. ഒരിക്കലും ഉഴുന്ന് ഡയറക്റ്റ് ദീപം വയ്ക്കരുത്. വാഷ് ചെയ്ത് നല്ലതായിട്ട് ഡ്രൈ ചെയ്ത് എടുത്തിട്ടേ വയ്ക്കാവൂ. ഈ ഉണക്കിയെടുത്ത ഉഴുന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഒരു സിൽവർ പ്ലേറ്റിലോ അല്ലെങ്കിൽ കയ്യിലുള്ളത് മൺ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല, അലുമിനിയം പ്ലേറ്റിലോ എടുത്തിട്ട് നല്ല പരത്തി അതിൽ ഇടുക. എന്നിട്ട് അതിൻ്റെ മീതെ ഒരേ ഒരു ദീപം വയ്ക്കണം. ഒരു മൺചിരാത് വെച്ചിട്ട് നെയ്യോ വിളക്കെണ്ണയോ നല്ലെണ്ണയോ അത് ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എടുത്ത് ഒരേ ഒരു ദീപം വയ്ക്കുക. പിന്നെ നെയ്ദീപമാണെങ്കിൽ അതിൻ്റെ പവർ വളരെ വലുതാണ്, ഒത്തിരി ശക്തിയുള്ളതാണ്. ഈ ദീപം വയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് എന്ത് നടക്കണോ അത് പ്രാർത്ഥിക്കുക. എന്തൊക്കെ നടക്കണോ അതെല്ലാം അമ്മയോട് കേൾക്കാം. കണ്ണ് മൂടിയിട്ട് അമ്മ അത് ചെയ്തു തരുന്നതാണ്. അതിനാൽ മനസ്സ് വിട്ട് വിശ്വാസത്തോടെ അമ്മയോട് ചോദിക്കൂ. തീർച്ചയായും ചോദിക്കുന്നത് അമ്മ തന്നിരിക്കും. അമ്മയിൽ വിശ്വാസമർപ്പിച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ദീപ വഴിപാട് ചെയ്ത ഉഴുന്ന് അടുത്ത ദിവസം എടുത്തിട്ട് വായില്ലാ ജീവനുകൾക്ക്,
അതായത് പശു, ആട്, കുതിര എന്നിവയ്ക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ അമ്മയ്ക്ക് നൈവേദ്യമായി അമ്മയ്ക്ക് ഇഷ്ടമുള്ള നേരത്തെ പറഞ്ഞ അതുപോലെ സ്വീറ്റ്സോ അതല്ലെങ്കിൽ ഉഴുന്നുവടയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അമ്മയ്ക്ക് നൈവേദ്യമായി വയ്ക്കുക. അതേപോലെ ഈ ദീപം വച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനി പറയുന്ന മന്ത്രം മിസ് ചെയ്യാതെ ചൊല്ലുക. കാരണം എത്രത്തോളം ഈ മന്ത്രം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ മനസ്സിന് ബലം കിട്ടും. സമയമോ കൗണ്ടോ അങ്ങനെ ഒന്നുമില്ല. എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലുക. എത്ര നേരം വേണേലും ചൊല്ലാം, ചൊല്ലിയിട്ടേയിരിക്കാം. അത്രയും ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണിത്. മന്ത്രം ഇതാണ്: ക്ലീം രൂപീ വരാഹി മഹാ ഉത്സവരൂപ പ്രിയായൈ നമഃ. 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 ഈ മന്ത്രത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അത് പഞ്ചമി നാളിലോ അഷ്ടമി നാളിലോ ചൊല്ലുമ്പോൾ അത് കുറച്ചുകൂടെ ഇരട്ടി ഫലം നമുക്ക് തരുന്നതാണ്. എത്ര തവണ വേണേലും ചൊല്ലാം, കണക്കേയില്ല. 108 48 ഒരു കണക്കുമില്ല. നിങ്ങളാൽ എത്ര തവണ ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും തവണ ചൊല്ലും തോറും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. അമ്മ നിങ്ങൾക്ക് വാരിക്കോരി തരുന്നതാണ്. അത്രയും ശക്തിയാർന്ന ഒരു മാജിക്ക് ഈ മന്ത്രത്തിനുണ്ട്. ഈ വഴിപാട് നടത്തുന്നവർ നോൺ വെജ് ഭക്ഷണം കഴിക്കാതെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടുള്ളതല്ല. പുലവാലായ്മയുള്ളപ്പോഴും ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പക്കത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.